എല്ലാവർക്കും ഒരിക്കൽ കൂടി എക്സ്ക്ലൂസീവ് ഫോർ എക്സാംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടഡ് കാറ്റഗറി 3 എക്സാം ഓറിയൻറ്റേഷനാണ്. ഇതൊരു വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി കാണേണ്ടതാണ്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട് സർക്കിളിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ? യെസ്, ടുഡേയ്സ് ഇൻഗ്രീഡിയൻസ് അഥവാ ഇന്നത്തെ ചേരുവകൾ. കേട്ടഡ് കാറ്റഗറി 3 പാർട്ട് 3യുടെ കോണ്ടന്റ്, കോൺസെപ്റ്റ് ആൻഡ് ഐഡിയാസ്, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ വിത്ത് എക്സ്പ്ലനേഷൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഹിയർ ഗോസ് ദ ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് ഹു ഡിവൈസ്ഡ് മെത്തഡ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് സൈലന്റ് വേ. ഓപ്ഷൻസ് ആർ ഗെറ്റ് ആൻഡ് ഗോ, ചാൾസ് എ കറൻ, ജെയിംസ് ജെ ആഷർ, നൺ ഓഫ് ദി എബോവ്. ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വി ഹാവ് ടു നോ വാട്ട് ഈസ് സൈലന്റ് വേ. സൈലന്റ് വേ എന്ന് പറയുകയാണെങ്കിൽ the teacher remains silent as much as possible in the classroom, but the learners are encouraged to produce as much language as possible. Okay, and the answer is get and go. Humanistic approach-ന് കീഴിൽ വരുന്ന ഒരു ഒബ്ജക്റ്റീവാണ് സൈലന്റ് വേ, ആൻഡ് സൈലന്റ് വേ ഡിവൈസ്ഡ് ബൈ ഗെറ്റ് ആൻഡ് ഗോ. then what about ചാൾസ് എ കറൻ? ചാൾസ് എ കറൻ സീലൻ്റ് ആണ്, CLL. okay, then ജെയിംസ് ജെ അഷർ TPR. okay, ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസിൻ്റെ ആളാണ് ജെയിംസ് ജെ ആഷർ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദ സെക്കൻഡ് വൺ, CLL സ്റ്റാൻഡ് ഫോർ. ഓപ്ഷൻസ് ആർ കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ്, കോമൺ ലാംഗ്വേജ് ലേണിംഗ്, ക്ലാസ് ലാംഗ്വേജ് ലേണിംഗ്, നൺ ഓഫ് ദി അബോവ്. ആൻഡ് ദ ആൻസർ ഈസ് കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ്. നമ്മൾ കുറേ അധികം അപ്രോച്ചസ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്, സ്ട്രക്ചറൽ അപ്രോച്ച്, കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്. അതിലൊരു അപ്രോച്ചായിട്ടുള്ള ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിന് കീഴിൽ വരുന്ന ഒബ്ജക്റ്റീവാണ് CLL, കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ്. വേറെ എന്തൊക്കെയാണ് വരുന്നത്? സജസ്റ്റോപീഡിയ വരുന്നുണ്ട്, അതിന് വേറൊരു പേരാണ് സജസ്റ്റോപീഡിയ. അത് ഓർത്ത് വയ്ക്കാം കേട്ടോ. ആൻഡ് ദ തേർഡ് വൺ ഈസ് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് അണ്ടർ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. ഓപ്ഷൻസ് ആർ സൈലന്റ് വേ, സജസ്റ്റോപീഡിയ, കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ്, ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്. ഇതിൽ 3 എണ്ണം ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൻ്റെ കീഴിൽ വരുന്നതാണ്, ഒന്ന് മാത്രം നാച്ചുറൽ അപ്രോച്ചിൻ്റെ കീഴിൽ വരുന്നതാണ്. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ കാര്യമാണ്. ആദ്യത്തെ 3 എണ്ണം ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് വരികയാണെങ്കിൽ ദ ലാസ്റ്റ് വൺ ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് വരുന്നത് നാച്ചുറൽ അപ്രോച്ചിൻ്റെ കീഴിലാണ്. ആൻഡ് ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്. ഫോർത്ത് വൺ ഈസ് ഹു പ്രപ്പോസ് ബൈലിംഗൽ മെത്തേഡ്. ഓക്കെ, നമ്മൾ മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്, ഡയറക്റ്റ് മെത്തേഡ്, ബൈലിംഗൽ മെത്തേഡ്. Who proposed bilingual method? Options are Dr. C.J. Dodson, N.S. Prabhu, Dr. West, none of the above. And the answer is Dr. C.J. Dodson. Dr. C.J. Dodson proposed bilingual method. Then what about N.S. Prabhu? N.S. Prabhuവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം, N.S. Prabhu TBLT കേട്ടിട്ടുണ്ടാവും, ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ്, അതിൻ്റെ ആളാണ് N.S. Prabhu. ഡോക്ടർ വെസ്റ്റ് മെത്തേഡ് നമുക്കറിയാവുന്ന കാര്യമാണ്. ഡോക്ടർ വെസ്റ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ് എ ഫോറിൻ ലാംഗ്വേജ് ഫോക്കസിങ് പ്രൈമറിലി ഓൺ റീഡിങ്. ഡോക്ടർ വെസ്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് പ്രൈമറിലി ഓൺ റീഡിങ്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് ബൈലിംഗൽ മെത്തേഡ് ഈസ് എ ഡാഷ് മെത്തേഡ് ഓഫ് ടീച്ചിങ് എ ഫോറിൻ ലാംഗ്വേജ് ത്രൂ ട്രാൻസ്ലേഷൻ, മെത്തേഡ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് directly, midway between the translation method that excessively uses and the direct method that totally banishes the use of mother tongue of the pupils in the classroom, none of the above. And the answer is option C, midway between the translation method that excessively uses and the direct method that totally banishes the use of mother tongue of the pupils in the classroom. First option A എന്ന് പറയുന്നത് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡാണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഡയറക്റ്റ് മെത്തേഡാണ്. ഓഫ് കോഴ്സ് രണ്ടും കൂടിയിട്ടുള്ളതാണ് ഓപ്ഷൻ സി ആയിട്ടുള്ള ബൈലിംഗൽ മെത്തേഡ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ബൈലിംഗൽ മെത്തേഡ് പ്രപ്പോസ് ചെയ്തത് ഡോക്ടർ C.J. Dodson. ആൻഡ് ദ സിക്സ്ത് വൺ ഈസ് assessment of learning mean. Option A, the evaluation done at the end of learning unit to measure how much a student has achieved. Option B, the evaluation done initially and at every stage of learning in order to measure what the learner already knows. Option C, the assessment itself is a learning tool that helps the learners know the progress in their learning. And none of the above. And the option A is the correct answer. The evaluation done at the end of a learning unit to measure how much a student has achieved. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, ഫോർ ലേണിംഗ് ആൻഡ് ആസ് ലേണിംഗ്. ഓപ്ഷൻ എ ഓഫ് ലേണിംഗ് ആകുമ്പോൾ ഓപ്ഷൻ ബി ഫോർ ലേണിംഗ് ആണ്.
Then what about option C? Option C, assessment as learning ആണ്. And seventh one is, which among the following is not under the indirect grading? Options are absolute grading, relative grading, direct grading, and none of the above. And the answer is direct grading. നമുക്ക് ഗ്രേഡിങ്ങിനെ കുറിച്ചൊക്കെ ഓൾറെഡി അറിയാം. എന്താണ് ഗ്രേഡിംഗ്? ഗ്രേഡിംഗ് മീൻസ് മാർക്ക് ഇൻ ദ ഫോം ഓഫ് നമ്പർ ഓർ ലെറ്റർ. ഗ്രേഡിംഗ് ഡിവൈഡഡ് ഇൻ ടു ടു, ഡയറക്റ്റ് ഗ്രേഡിംഗ് ആൻഡ് ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ്. ഡയറക്റ്റ് വിച്ച് മീൻസ് ഗ്രേഡിംഗ് വിത്തൗട്ട് കൺവേർഷൻ, ഗ്രേഡിലുള്ളത് മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്നില്ല. ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ ഗ്രേഡിംഗ് വിത്ത് കൺവേർഷൻ, അത് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് ഫർദർ ഡിവൈഡഡ് ഇൻ ടു ടു, absolute as well as relative. Absolute which means grades are assigned on the basis of already fixed range. Example പറയുകയാണെങ്കിൽ 9 point scale, 5 point scale ഒക്കെ. ഓക്കെ, ദെൻ റിലേറ്റീവ് ഗ്രേഡ് എന്ന് പറയുകയാണെങ്കിൽ on the basis of position of a score within group. ഇപ്പോൾ PSC എക്സാം, എൻട്രൻസ് എക്സാം അതിലൊക്കെ അവലംബിക്കുന്ന ഒരു ഗ്രേഡിംഗ് രീതിയാണ് റിലേറ്റീവ് ഗ്രേഡിംഗ്. ആൻഡ് ദ എയ്ത്ത് വൺ ഈസ് കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് അലൗഡ് ഡാഷ് യൂസ് ഓഫ് മദർ ടങ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. കുറേ അധികം അപ്രോച്ചസ് ഉണ്ട്. ഹ്യൂമറിസ്റ്റിക് അപ്രോച്ച്, നാച്ചുറൽ അപ്രോച്ച്, കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്, സ്ട്രക്ചറൽ അപ്രോച്ച്. അതിലൊന്നായിട്ടുള്ള കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് അലൗഡ് ദാറ്റ് യൂസ് ഓഫ് മദർ ടങ്. ഓപ്ഷൻസ് ആർ പ്രോപ്പർ, ജുഡീഷ്യസ്, ബൈലിംഗൽ ആൻഡ് മൾട്ടിപ്പിൾ. ആൻഡ് ദ ആൻസർ ഈസ് ജുഡീഷ്യസ്. കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് അലൗഡ് ജുഡീഷ്യസ് യൂസ് ഓഫ് മദർ ടങ്. Ninth one is abbreviation of SOS approach. Options are structural operational situational, structural oral situational, structured omission strategic, none of the above. And the answer is option B, structural oral situational. And the 10th and last one is dash is the desired final outcome. Options are process, product, project, and none of the above. Desired final outcome ആവുമ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ ബി, പ്രൊഡക്റ്റ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കേറ്റഡ് കാറ്റഗറി 3യിലത്തെ പാർട്ട് 3 10 ക്വസ്റ്റ്യൻസ് ആണ്. 1-2 വട്ടം വീഡിയോസ് കാണുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് സർക്കിളിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോ കാണും വരെ ബൈ.